ഹായ് കൂട്ടുകാരെ, സ്കൂളുള്ള ദിവസത്തെ ഒരു വ്ളോഗ് കണ്ടാലോ? രാവിലെ തന്നെ നേരെ അടുക്കളയിലേക്കാണ് കേട്ടോ പാഞ്ഞത്. അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുക്കറെടുത്തു, സാമ്പാർ വെക്കാനുള്ള പരിപ്പെടുത്തു, കഴുകി എല്ലാം ഇടിപിടിയെന്നാണ് കേട്ടോ. പിന്നെ കുക്കർ അടച്ചു. അതിനിടയ്ക്ക് ഇത് വൃത്തിയാക്കുന്നതിനിടയ്ക്ക് തന്നെ മോള് എണ്ണീറ്റിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം ഞാൻ ഒരുവിധം ആക്കുമ്പോഴത്തേക്കും ഞാൻ പിന്നെ മോളെ പോയി എഴുന്നേൽപ്പിക്കും. പിന്നെ നേരത്തേക്ക് അവൾ അവിടെയും തട്ടി ഇവിടെയും തട്ടി, അവിടെ ഇരുന്ന് ഉറങ്ങി ഇവിടെ ഇരുന്ന് ഉറങ്ങി. പിന്നെ ഞാൻ രണ്ട് ഒച്ചയും ബഹളമൊക്കെ വെച്ച് കഴിയുമ്പോൾ അവൾ പയ്യെ എഴുന്നേറ്റ് പല്ലും തേച്ച് ഒന്ന് മേലും കഴുകി റെഡിയാകും. കാരണം മുടി കെട്ടേണ്ടതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, അതുകൊണ്ട് മേല് കഴുകത്തേ ഉള്ളൂ, വന്നിട്ട് കുളിക്കും. അങ്ങനെ പിന്നെ നമ്മൾ ഇഡ്ഡലി വയ്ക്കാൻ പോണു. രാവിലെ മിക്കവാറും ഇഡ്ഡലി ദോശ ഒക്കെ ആയിരിക്കും. പിന്നെ ചപ്പാത്തി പിള്ളേർക്കെല്ലാം ഇഷ്ടമുള്ളതൊക്കെ വെച്ച് കൊടുക്കും, പൂരിയൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞാൽ ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി അതായിരിക്കും. ഇത്രയും നേരത്തെ പോകുന്നതുകൊണ്ട് 2 പേർക്കും സെയിം ടൈം പോകണം. ചേട്ടനും 6:40 ആകുമ്പോഴത്തേക്കും മോക്ക് പോകണം. ചേട്ടനൊരു 7-നകം ചേട്ടനും പോകണം. അപ്പോഴത്തേക്കും 2 പേരെയും വിടണം. അത് ആ സമയത്തിനുള്ളിൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി ടിഫിനാക്കി കൊടുത്തു വിടണം. മോക്കും ടിഫിനാണ് കൊടുത്തു വിടുന്നത് കേട്ടോ. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അതാണ് കൊടുത്തു വിടുന്നത്. ഇവർക്ക് ലഞ്ച് അതാണ്. പിന്നെ ഒരു ഫ്രൂട്ട് ലഞ്ചിൻ്റെ ഒരു ടൈമുണ്ട്. ആ സമയത്ത് ഞാൻ ഫ്രൂട്ട്സ് കൊടുത്തു വിടും. അപ്പോൾ അതാണ് പതിവ്. എന്നുവെച്ചാൽ ഇവിടുത്തെ ടൈമിങ് കുറച്ച് ഡിഫറെൻ്റാണ്. 2:30 വരെ ഒരു ക്ലാസ് ഉള്ളൂ. അപ്പോൾ ഒരു 3 മണിയാകുമ്പോൾ മോള് വീട്ടിൽ എത്തും. അപ്പോഴത്തേക്കും വീട്ടിൽ വന്നിട്ടാണ് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ രാവിലെ ഇടിപിടി ഈ പരിപാടിയെല്ലാം തീർത്ത് ചേട്ടനെയും മോളെയും 2 പേരെയും വിടും. പിന്നെ അത് കഴിയുമ്പോൾ കുറച്ച് സമയം കിട്ടും. ഇളയാൾക്ക് ഇച്ചിരി കൂടെ പയ്യെ പോയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇളയാൾക്ക് പോകാറാകുമ്പോഴത്തേക്കും പിന്നെ അവൾക്കുള്ളതും ടിഫിനും ഫ്രൂട്ട് ലഞ്ചും ഒക്കെ റെഡിയാക്കും. പിന്നെ സ്നാക്സ് കൊടുത്തു വിടുന്ന പരിപാടി വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് കൊടുക്കാറില്ല. കാരണം വീട്ടിലും കഴിക്കും, പിന്നെ ഇനി സ്കൂളിലത്തേക്കും കൂടെ കൊടുത്തു വിടണ്ടേ. ഇപ്പോൾ കേട്ടത് കോളിംഗ് ബെല്ലാണ് കേട്ടോ. നമ്മുടെ പാലിൻ്റെ കോളിംഗ് ബെല്ലാണ് നിങ്ങൾ കേട്ടത്. ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പാല് വന്നതാണ്. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇളയാക്കുള്ള സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ടിഫിൻ റെഡിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ രാവിലെ ഒരു ഇടിപിടി എന്നുള്ള പരിപാടികളാണ്. പിന്നെ അത് കഴിയുമ്പം ഇളയാളെ സ്കൂളിൽ വിടാൻ പോകണം. അത് പിന്നെ സ്കൂൾ അടുത്തായതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. നമ്മൾ പിന്നെ അവളെ കൊണ്ടുവിടും. അവളെ കൊണ്ടുവിട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ തൂത്തുവാരും വീട്ടിലത്തെ ബാക്കിയുള്ള പണികളെല്ലാം ആയിട്ട് നമ്മൾ എൻഗേജ്ഡ് ആവും. പിന്നെ ഈ യൂട്യൂബ് ചാനലുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് റീൽസും വീഡിയോസും ഒക്കെ എടുക്കാനൊന്ന് ഇതെടുക്കും. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സപ്പോർട്ട് മീ. ബൈ.